നമുക്കെല്ലാവർക്കും നമ്മളെല്ലാവരും തന്നെ വളരെ ഭയത്തോടെ കാണുന്ന ഒരു സംഗതിയാണ് ഈ റേഡിയേഷൻ കാരണം നമുക്ക് പ്രത്യേകിച്ചും മൊബൈൽ ഫോൺ റേഡിയേഷൻ കാരണം നമുക്ക് ഇത്തരം ട്യൂമറുകൾ വരുമോ ഇല്ലേ എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 2 പതിറ്റാണ്ടുകളിലധികമായിട്ട് ഈ ഒരു വിഷയത്തിൽ ധാരാളം പഠനങ്ങൾ ലോകത്തെമ്പാടും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പഠനത്തിലും ഈ മൊബൈൽ ഫോൺ റേഡിയേഷൻ കാരണം തലച്ചോറിൽ എന്തെങ്കിലും ട്യൂമറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാകുന്നതായിട്ട് ഒരു പഠനത്തിലും കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസ് നമുക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മൊബൈൽ ഫോൺ റേഡിയേഷൻ, പ്രത്യേകിച്ച് മൊബൈൽ ടവറിൻ്റെയൊക്കെ അടുത്ത് താമസിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു ഭയത്തോടെ കൂടി കാണുന്ന ഒരു സ്വഭാവമുണ്ട്. നമ്മളുടെ ഒരു പ്രദേശത്ത് മൊബൈൽ ടവർ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടുത്തെ ഒരു ജനങ്ങൾ ഇളകുന്ന ഒരു സാഹചര്യം പോലും നമ്മൾ കേരളത്തിൽ പലയിടത്തും കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ റേഡിയേഷനെ ഭയത്തോടു കൂടി കാണുന്ന ഒരു സമൂഹത്തിൽ. അപ്പോൾ മൊബൈൽ ഫോണുകളിലോ അല്ലെങ്കിൽ ടവറുകളിലോ ഉപയോഗിക്കുന്ന റേഡിയേഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദൃശ്യപ്രകാശത്തിലെ റേഡിയേഷനെക്കാട്ടിലും സേഫായിട്ടുള്ള റേഡിയേഷനാണ്. കാരണം നോൺ അയണൈസിങ് റേഡിയേഷനാണ്. ദൃശ്യപ്രകാശത്തിൽ പോലും അൾട്രാ വയലറ്റൊക്കെ ഒരുപാട് നമ്മൾ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ക്യാൻസർ സാധ്യതകളുണ്ട്. അപ്പോൾ ഈ മൊബൈൽ ഫോൺ റേഡിയേഷൻ, അതിന് പ്രത്യേകിച്ച് പറയാൻ കാര്യം, ഈ അടുത്ത് തന്നെ ധാരാളം വോയിസ് മെസ്സേജുകൾ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചത് കാരണം ക്യാൻസർ സാധ്യത കൂടിയ കാര്യത്തെപ്പറ്റി തെറ്റായ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടുള്ള വോയിസ് മെസ്സേജുകൾ ധാരാളം പ്രചരിക്കുന്ന ഒരു സാഹചര്യത്തിലായതുകൊണ്ടാണ് ആ ഒരു കാര്യം കൂടി പറഞ്ഞത്.